ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ അതിഥീസ് ക്യൂട്ട് മാജിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറിക്കുള്ള മെയിൻ ഐറ്റം ചിക്കൻ. അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചുകൊണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നല്ലോണം വാട്ടറിലിട്ട് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് നമ്മൾ 1 സ്പൂൺ ഇട്ടെടുക്കുന്നു കേട്ടോ. നെക്സ്റ്റ് മഞ്ഞൾപ്പൊടിയാണ്. അത് നമുക്ക് ഒരു 1/2 സ്പൂൺ മതി കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുണ്ട്, എനിക്കിടാം. അടുത്തത് മസാലപ്പൊടിയാണ്. അപ്പം അത് നമ്മൾ ഒരു 1/2 or 1 സ്പൂണാണ് ഇട്ടേക്കണത്. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ തൈര് ഇടുന്നത് നല്ലോണം മിക്സ് ചെയ്തിട്ട് 1 സ്പൂൺ തൈരാണ് കേട്ടോ ഞാൻ ഇടുന്നത്. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യണ സമയത്താണ് ഒരു സാധനം പറഞ്ഞത്, വേറൊന്നുമല്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്കിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രീൻ ചില്ലി പറിക്കാൻ പോകാം. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇത് എൻ്റെ അമ്മ വേണ്ടു ഇതൊക്കെ എല്ലാം നോക്കണതൊട്ട്. ഇതിൻ്റെ കൂടെ കാന്താരി മുളകും കൂടി ഉണ്ട്. പക്ഷെ നമ്മളത് എടുക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും മുളകാണ് കിട്ടിയത് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ചെറിയൊരു കുഞ്ഞു കൃഷിയായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. ഇനി നമുക്ക് 4 സവാള എടുക്കാം. എന്നിട്ട് നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് അരിയാം കേട്ടോ. ഞാൻ ഒറ്റക്കല്ല കേട്ടോ ഇതൊക്കെ ചെയ്യണത്. എൻ്റെ കൂടെ അമ്മാമ്മയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സവാള കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള ഗ്രീൻ ചില്ലി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നെറ്റ് മാറ്റിയിട്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. ജിഞ്ചർ ഗാർലിക് എടുക്കാം. നമ്മൾ ഓൾറെഡി മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിലധികം ആഡ് ചെയ്യില്ല കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടൊമാറ്റോ എടുക്കാം. അത് നമ്മൾ കുനുകുനായിട്ടാണ് കേട്ടോ അരിയണത്. ഓക്കെ, നമ്മളിപ്പോൾ ചട്ടിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് നമ്മളിത്തിരി പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. നമുക്കിത് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ സവാള ഉണ്ട് നമുക്കിനി ഇടാനുള്ളത്. സവാള ഇട്ട് കഴിയുമ്പോൾ ഇത്തിരി ഉപ്പിടണം. കാരണം ഒന്ന് വാട്ടി കിട്ടാനാണ്, ഒരു ബ്രൗൺ കളർ കിട്ടാനാണ് കേട്ടോ. വേഗം വാട്ടി കിട്ടാനാണ്. നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഇഞ്ചി ഗാർലിക് ഇടാം. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രീൻ ചില്ലി ആണ് കേട്ടോ ഇടുന്നത്. അത് നമുക്ക് കട്ട് ചെയ്ത ഗ്രീൻ ചില്ലി അതും കൂടി നമുക്ക് ഇടാം. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ എനിക്ക് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോയും കൂടി നമ്മൾ ഫുൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇടാനുള്ള പൗഡേഴ്സൊക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ അത് 2 സ്പൂണാണ് ഇട്ടേക്കുന്നത്. നെക്സ്റ്റ് മഞ്ഞൾപ്പൊടിയാണ്. അത് നമുക്ക് 1 സ്പൂണാണ് കേട്ടോ വേണ്ടത്.
ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. മല്ലിപ്പൊടി നമുക്ക് 3 സ്പൂൺ ഇടാം കേട്ടോ. മല്ലിപ്പൊടി നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. അടുത്ത മസാലപ്പൊടിയാണ് കേട്ടോ, അത് നമുക്കിടാം. മസാലപ്പൊടി 1 സ്പൂണാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നെക്സ്റ്റ് ഇതൊക്കെ എല്ലാം ഈ പൗഡേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു ഇതിലോട്ട് ഇടാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള മിൻറ്റ് ലീഫ് നമുക്ക് പൊട്ടിക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കൊറിയാൻഡർ ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എടുക്കാം കേട്ടോ. കാരണം ഞങ്ങളുടെ വീട്ടിലില്ല കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ മിൻറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഒരു കളറായിട്ട് റെഡ് കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ മിൻറ്റ് ലീവ്സും കൂടി ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ നല്ലോണം നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് നല്ലോണം നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് ആക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്താൽ നല്ല ഇത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ടുണ്ട്. അത് മൂടി വെച്ച് കഴിയുമ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. എനിക്ക് പകുതിയായപ്പോൾ തന്നെ മുക്കിൽ സ്മെല്ലടിച്ചു തുടങ്ങിയിട്ട് നല്ലൊരു മണം വന്നിട്ടുണ്ട് കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പം ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ മോര് കറിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചോറ് വായിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ എടുക്കാം. നല്ല മാംസമുള്ള ചിക്കനാണ്. അതിൽ നിന്ന് നമുക്കൊരു പീസ് എടുക്കാം. ഇത് ലെഗ് പീസാണെന്ന് പറഞ്ഞുകൂടാ, ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഒരു കടി ഉണ്ട് മോനെ, നല്ല ടേസ്റ്റാണ്. നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചോറിൻ്റെ കൂടെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്, ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ അമർത്തുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഇനിയും കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. സോ ബൈ, ടേക്ക് കെയർ.